ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്കിവിടെ ഒരു പൊരികടല വെച്ചിട്ട് നമുക്കൊരു ഉണ്ട തയ്യാറാക്കാം. നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു 250 ഗ്രാം നമ്മൾ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലപോലെ ഒരു പാനിൽ ചൂടാക്കി എടുക്കാം. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പ് വെച്ച് ചൂടാകുമ്പോൾ ഇതിട്ട് നല്ലപോലെ ചൂടാക്കി എടുക്കണം. ഒരു 5-6 മിനിറ്റ് നല്ലപോലെ ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് തണുക്കുമ്പോൾ നല്ലപോലെ പൊടിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു പാനിലോട്ട് 1.5 കപ്പ് മാവാണ് കിട്ടിയിരിക്കുന്നത്. ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പാനിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കുറച്ച് ഒരു 200 ഗ്രാം നെയ്യ് എടുത്തിട്ടുണ്ട്. കുറച്ച് ചേർത്ത് നമുക്ക് മാവും ചേർത്ത് പൊട്ടുകടല പൊടിച്ച മാവും ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. കുറച്ച് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ എല്ലാം മാവും ചേർത്ത് നെയ്യും ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. നമ്മളിത് മാവായതുകൊണ്ട് പെട്ടെന്ന് ചൂടായാൽ കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലപോലെ കൈവിടാതെ പെട്ടെന്ന് ഇളക്കണം. ബാക്കിയിരുന്ന നെയ്യും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. നമുക്കിനി പഞ്ചസാരയും കൂടെ ചേർക്കാം. ബാക്കി നെയ്യും ചേർത്ത് ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു 1/4 കപ്പ് 1.5 കപ്പ് മാവിന് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ഏലക്ക പൗഡറും വേണം. ഏലക്ക പൊടിച്ച് വെച്ചതും കൂടെ ചേർത്ത് എല്ലാം ചേർത്ത് ഒരുമിച്ച് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഏലക്ക പൗഡറും ചേർത്ത് കൈവിടാതെ ഇളക്കണം. അത് മാവായതുകൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ കൈവിടാതെ നല്ലപോലെ ഇളക്കിയെടുക്കണം. അപ്പം നമ്മൾ നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഉണ്ട പിടിക്കാം. ഇത് കുറച്ച് ചൂടാറിയതിന് ശേഷം ഉണ്ട പിടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അത് ഉരുട്ടിയെടുക്കാം. നമുക്കിത് അടച്ച് വയ്ക്കാം. ചൂടാറാതെ കുറച്ച് ഉരുട്ടിയെടുക്കാം. നമുക്ക് കുറച്ച് മാറ്റി ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ട് ഇത് അടച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഉരുട്ടി പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. കയ്യിൽ ചൂട് പിടിക്കാൻ പാടാണെങ്കിൽ നമ്മൾ കുറച്ചൊരു ഇളം ചൂടുപാലോ ഇളം പച്ചവെള്ളമോ കൈ മുക്കി വേണമെങ്കിൽ നമുക്ക് പിടിച്ച് ഉരുട്ടിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം ഉരുട്ടിയെടുക്കാൻ പറ്റും. നമ്മളിത് അടച്ചു വെച്ചാൽ മാവ് പെട്ടെന്ന് ചൂടായി പോകത്തില്ല. എന്നാലേ നമുക്ക് എല്ലാം ഉരുട്ടിയെടുക്കാൻ പറ്റൂ. ഈ ചെറിയ പാത്രത്തിലിരിക്കുന്നത് പെട്ടെന്ന് ഉരുട്ടിയെടുക്കാം. അപ്പം നമ്മളിങ്ങനെ ഉരുട്ടി എല്ലാ ലഡുവും ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ എല്ലാ ലഡുവും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നല്ല ഏലക്കയുടെ മണവും നല്ല മൂത്ത മാവിൻ്റെ മണവും നെയ്യുടെ മണവും എല്ലാം കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റുള്ളൊരു മണമാണ്. ഇത് പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എളുപ്പം നമുക്ക് ചെയ്തെടുക്കാം. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.